ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതിനായി, വഴി നടത്തിയതിനായിട്ട് ദൈവത്തിന് നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എബ്രായർ 11 അധ്യായം 6 വാക്യം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പ്രധാനമാണ്. നല്ല ജോലി, നല്ല കുടുംബം, നല്ല ആരോഗ്യം, അനുഗ്രഹങ്ങൾ, കുടുംബത്തിലെ നന്മകൾ, നല്ല ശുശ്രൂഷ എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സ്തോത്രം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ നടക്കാൻ ഒരിക്കലും കഴിയത്തില്ല. വിശ്വാസം എന്നാൽ എന്താണ്? എബ്രായർ 11 വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്നത് കണ്ണുകൊണ്ട് കാണുന്നതിൽ മാത്രം ആശ്രയിക്കുന്നതല്ല. നാം പല കാര്യങ്ങളും കാണാതെ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന്, കാറ്റിനെ നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ കാറ്റിൻ്റെ ആ അനുഭവം, ആ ഫലം നമുക്ക് അനുഭവിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെയാണ് ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വിശ്വാസം പറയുന്നത്, എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിനെ കാണാം. എനിക്ക് വഴി അറിയില്ലെങ്കിലും ദൈവത്തിന് വഴി അറിയാം. എനിക്ക് കഴിയില്ലെങ്കിലും ദൈവത്തിന് കഴിയും. എൻ്റെ ഫ്യൂച്ചർ എനിക്ക് അറിയില്ല എങ്കിലും എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇന്ന് ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ വഴി കാണാതിരിക്കുകയാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിനെ മഹത്വം കരയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വിശ്വാസം വർദ്ധിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു വഴി തുറക്കുവാൻ പോകുകയാണ്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല. വചനത്തിൻ്റെതായ ആദ്യ ഭാഗത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ഇത് വളരെ ഗൗരവമുള്ളതായ ഒരു വചനമാണ്. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്, നാം സഭയിൽ പോകുന്നുണ്ട്, നാം ദൈവവചനം വായിക്കുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം. ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നറിയില്ല. ഇത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. കർത്താവെ എനിക്കിപ്പോൾ ഉത്തരം കാണുന്നില്ല, എന്നാൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസം. എനിക്ക് വഴി അറിയില്ല, എന്നാൽ അങ്ങ് എനിക്ക് വഴി കാണിച്ചു തരും. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും അപേക്ഷിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം. ദൈവം ഏത് വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്, ആ രോഗം നിങ്ങളുടെ ശരീരത്തിലെ വിട്ടുമാറാത്ത ഒരു രോഗമായിരിക്കാം, ആ രോഗത്തോട് നിങ്ങൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്തോടുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പറയുമ്പോൾ തന്നെ, വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കും. നിങ്ങൾ അനുഭവിക്കുന്നതായ അസമാധാനത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു സമാധാനം ലഭിക്കും. ദൈവിക കൃപ ധാരാളമായിട്ട്
ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ വിശ്വാസത്താൽ വന്ന് ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.